മഹാഭാരതത്തിൽ തന്നെ പറയുന്നു, മഹർഷി വേദവ്യാസന്റെ അഭ്യർത്ഥനപ്രകാരം ഗണപതിയാണ് മഹാഭാരതം എഴുതിയതെന്ന്. എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഗണപതിയെ പിന്നീട് മഹാഭാരതത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നാണ്. അതിന് അവർ ചില തെളിവുകളും മുന്നോട്ടുവെക്കുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്താണ് പരിശോധിക്കുന്നത്. അവരുടെ ആ നിഗമനം തെറ്റാണെന്ന് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകും. അങ്ങനെ വ്യക്തമാകാനായി മഹാഭാരതം രചിക്കപ്പെടാൻ കാരണമായ സാഹചര്യത്തെ ഇവിടെ പരാമർശിക്കേണ്ടത് അനിവാര്യമാണ്. മഹാഭാരതത്തിൽ പറയുന്നു, ഉഗ്രശ്രവസ് ഹിമാലയത്തിൽ ചില ഋഷിമാരെ കണ്ടുമുട്ടുന്നു എന്ന്. മഹാഭാരതം എങ്ങനെ രചിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം അവരോട് പറയുന്നു. കൃഷ്ണദ്വൈപായനൻ അഥവാ വേദവ്യാസന്റെ മനസ്സിൽ ഒരു കവിത രൂപപ്പെട്ടു. വേദങ്ങളിലെ എല്ലാ ദിവ്യരഹസ്യങ്ങളും അസ്തിത്വവും അസ്തിത്വമില്ലായ്മയും സ്വർഗ്ഗത്തിലുള്ളവർ മുതൽ ഈ ഭൂമിയിലുള്ളവർക്കുവരെ ആവശ്യമായ എല്ലാ ജാഗ്രതയും അവബോധവും ആ കവിതയിലുണ്ടായിരുന്നു. ആ കവിത വ്യാസന്റെ മനസ്സിൽ രൂപപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് വ്യാസന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. താൻ കവിത ചൊല്ലുമ്പോൾ അത് എഴുതാൻ കഴിയുന്ന ആരും തന്നെ ഈ ഭൂമിയിലില്ലെന്ന പരിതാപം ബ്രഹ്മാവിനോട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഗണപതിയെ ആശ്രയിക്കാൻ ബ്രഹ്മാവ് അദ്ദേഹത്തെ ഉപദേശിച്ചു. ബ്രഹ്മാവ് അപ്രത്യക്ഷനായതിനുശേഷം വ്യാസൻ ഗണപതിയെ സ്മരിച്ചപ്പോൾ ഗണപതി അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. വ്യാസന്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ ഗണപതി ഒരു നിബന്ധന മുന്നോട്ടുവയ്ക്കുന്നു. താൻ എഴുതണമെങ്കിൽ നിർത്താതെ എഴുതാൻ കഴിയുന്നത്ര വേഗത്തിൽ ശ്ലോകങ്ങൾ ചൊല്ലണം എന്നതായിരുന്നു ആ നിബന്ധന. ഇത് കേട്ട വേദവ്യാസൻ എഴുതുന്ന വരികളുടെ അർത്ഥം മനസ്സിലാക്കി വേണം എഴുതാനെന്ന നിബന്ധന ഗണപതിയോടും വയ്ക്കുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കാവ്യമാകാൻ പോകുന്ന കൃതിയുടെ രചന അവിടെ ആരംഭിക്കുന്നു. 24,000 ശ്ലോകങ്ങളുള്ള ആ കൃതിയുടെ ആദ്യനാമം ഭരത എന്നായിരുന്നു. മഹാഭാരതം ലോകമറിയുന്നത് മഹാമുനി വൈശമ്പായനിൽ നിന്നുമാണെന്ന് മഹാഭാരതം വ്യക്തമാക്കുന്നു. എന്നാൽ മഹാഭാരതം എങ്ങനെ രചിക്കപ്പെട്ടുവെന്ന് എല്ലാവരും അറിയുന്നത് ഉഗ്രശ്രവസിൽ നിന്നാണെന്നും മഹാഭാരതത്തിൽ നിന്നും വ്യക്തമാണ്. മഹാഭാരതമനുസരിച്ച് രചനയുടെ സമയത്ത് ഉഗ്രശ്രവസും വേദവ്യാസന്റെ മകനായ ശുഗനും സഞ്ജയനും മഹർഷി വേദവ്യാസന്റെ ആശ്രമത്തിലുണ്ടായിരുന്നു. ഉഗ്രശ്രവസ് പറയുന്നതെന്തെന്നാൽ ആ ശ്ലോകങ്ങൾ വളരെ കഠിനമായിരുന്നതിനാൽ അവയുടെ അർത്ഥം മനസ്സിലാക്കാൻ തീരെ കഴിഞ്ഞില്ല എന്നാണ്. ശുഗനും അങ്ങനെ തന്നെ തോന്നിയെന്നും സഞ്ജയൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വലിയ ഉറപ്പില്ലായിരുന്നുവെന്നും ഉഗ്രശ്രവസ് പറയുന്നു. വ്യാസൻ ചൊല്ലിയ 8800 ശ്ലോകങ്ങൾ വരെ ശ്രദ്ധിച്ച ശേഷമാണ് ഉഗ്രശ്രവസ് ഈ നിഗമനത്തിലെത്തിയത്. അങ്ങനെ വേദവ്യാസൻ ഗണപതിയിലൂടെ 24,000 ശ്ലോകങ്ങളിൽ ഭരതയുടെ രചന പൂർത്തിയാക്കുന്നു. എന്നാൽ അതിലാ കൃതിയുടെ ആമുഖമോ സൂചികയോ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പിന്നീട് വ്യാസൻ രചിച്ച 150 ശ്ലോകങ്ങളിലൂടെ അത് ചേർത്തുവെന്നും ഉഗ്രശ്രവസ് വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം ഗണപതി എഴുതിയ 24,000 ശ്ലോകങ്ങളുള്ള ഭരത ആദ്യം തന്റെ മകനായ ശുഗനും പിന്നീട് സമാനമായ യോഗ്യതയുള്ള മറ്റു വിദ്യാർത്ഥികൾക്കും വേദവ്യാസൻ പഠിപ്പിക്കുന്നു. വളരെ ദിവ്യവും ഉള്ളടക്കത്തിൽ വളരെ സാന്ദ്രവും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ 24,000 ശ്ലോകങ്ങളെ പിന്നീട് വേദവ്യാസൻ 60 ലക്ഷം ശ്ലോകങ്ങളായി വികസിപ്പിക്കുന്നു. ഇത് ഓരോ ശ്ലോകത്തിന്റെയും ഉള്ളടക്കത്തിന്റെ സാന്ദ്രത കുറയ്ക്കുന്നുവെന്ന് ഊഹിക്കാമല്ലോ. ഇതിൽ നിന്ന് 30 ലക്ഷം ശ്ലോകങ്ങൾ ദേവന്മാർക്കും 15 ലക്ഷം ശ്ലോകങ്ങൾ പിതൃലോകത്തിലുള്ളവർക്കും 14 ലക്ഷം ശ്ലോകങ്ങൾ ഗന്ധർവന്മാർക്കും 1 ലക്ഷം ശ്ലോകങ്ങൾ മനുഷ്യർക്കും നൽകുന്നു. ഈ 1 ലക്ഷം ശ്ലോകങ്ങളെയാണ് മഹാഭാരതം എന്നു പറയുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതെന്തെന്നാൽ വ്യാസന്റെ മനസ്സിൽ ആദ്യം രൂപം കൊണ്ട കവിതയിൽ 60 ലക്ഷം ശ്ലോകങ്ങളുണ്ടായിരുന്നെന്ന് അനുമാനിക്കണം. മനസ്സിൽ രൂപപ്പെട്ട ആ കവിത വ്യാസൻ വളരെ വേഗത്തിൽ ചൊല്ലുമ്പോൾ ആ വേഗതയോടൊപ്പം എഴുത്താണികൊണ്ട് പകർത്തിയെഴുതാൻ ഒരു മനുഷ്യനും കഴിയില്ല. ആ പരിതാപമാണ് വ്യാസൻ ബ്രഹ്മദേവനെ അറിയിക്കുന്നത്. അങ്ങനെയാണ് ഗണപതി ഇതിന്റെ ഭാഗമാകുന്നത്. ഗണപതി മുന്നോട്ടുവച്ച നിബന്ധന കാരണം വ്യാസൻ 60 ലക്ഷം ശ്ലോകങ്ങളെ 24,000 ശ്ലോകങ്ങളായി ചുരുക്കുന്നു. അതിനാൽ ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം മനസ്സിലാക്കാൻ ഗണപതിക്ക് കൂടുതൽ സമയം വേണ്ടിവരുന്നു. ബ്രഹ്മാവിന്റെ ഇഷ്ടപ്രകാരം ഗണപതി എഴുതാൻ വരുമ്പോൾ ഗണപതിയുടെ ജ്ഞാനദൃഷ്ടിയിൽ വ്യാസൻ ചൊല്ലാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന കാര്യം ഒട്ടും തന്നെ അറിയില്ല എന്ന് അനുമാനിക്കുന്നത് യുക്തിസഹമായിരിക്കും. ആമുഖവും സൂചികയും ഒഴിവാക്കി താൻ ഏത് വിഷയത്തെക്കുറിച്ചാണ് ചൊല്ലാൻ പോകുന്നതെന്ന് വ്യാസൻ ഗണപതിയിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ വ്യാസൻ എന്താണ് ചൊല്ലാൻ പോകുന്നതെന്ന് ഗണപതിക്ക് പൂർണ്ണമായും അറിയില്ലായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതിനാൽ വ്യാസൻ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഗണപതി എഴുതാൻ തുടങ്ങിയില്ലെന്നും മനസ്സിലാക്കാം. ഇത് വ്യാസന് ശ്ലോകങ്ങളെല്ലാം ചൊല്ലിത്തീർക്കാൻ കൂടുതൽ സമയം നൽകി. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുവെക്കുക. ഇനി ചരിത്രകാരന്മാർ മുന്നോട്ടുവച്ച തെളിവുകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം.
ചരിത്രകാരന്മാർ അവരുടെ വാദത്തെ സ്ഥാപിക്കാനായി പറയുന്ന കാര്യമെന്തെന്നാൽ ലഭ്യമായ ഏറ്റവും പഴയ കൈയെഴുത്തുപ്രതികളിൽ ഗണപതിയില്ല എന്നാണ്. പിൽക്കാല ഉത്തരേന്ത്യൻ പാരമ്പര്യങ്ങളിലാണ് ഗണപതി മഹാഭാരതത്തിൽ ഇടം പിടിക്കുന്നത് എന്ന് അവർ പറയുന്നു. ഈ വാദത്തെ അടിസ്ഥാനമാക്കി അവർ മറ്റ് അനുബന്ധവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ചരിത്രകാരന്മാർ തെറ്റായൊരു നിഗമനത്തിലേക്കാണ് എത്തിയത് എന്ന് വിശദീകരിക്കുക വഴി ഗണപതിയെ മഹാഭാരതത്തിലേക്ക് പിന്നീട് കൂട്ടിച്ചേർത്തതല്ല എന്ന് വ്യക്തമാക്കാൻ കഴിയുമല്ലോ. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഓർക്കുക. മഹാഭാരതമനുസരിച്ച് വൈശമ്പായന മഹർഷിയിലൂടെ ആണ് ആദ്യമായി മഹാഭാരതം ലോകത്തിൽ പ്രചരിക്കുന്നത്. അതിൽ ഗണപതിയില്ല. അങ്ങനെ ഈ ലോകത്ത് മഹാഭാരതം പ്രചരിച്ച ശേഷം മഹാഭാരതം എങ്ങനെയാണ് രചിക്കപ്പെട്ടതെന്ന് ഉഗ്രശ്രവസ് പറയുന്നു. അങ്ങനെ ഉഗ്രശ്രവസിലൂടെ ഗണപതി ഉൾപ്പെട്ട മഹാഭാരതം പ്രചരിക്കുന്നു. ഇപ്പോൾ മഹാഭാരതത്തിന്റെ 2 കൈയെഴുത്തുപ്രതികൾ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഗണപതിയില്ലാത്ത ഏറ്റവും പഴയ പകർപ്പും ഗണപതിയോടുകൂടിയ പിൽക്കാല പതിപ്പും. ഗണപതി പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഒന്നാണെന്ന നിലയിൽ ചരിത്രകാരന്മാർ വ്യാഖ്യാനിക്കുന്നത് ഈ വസ്തുതയെയാണ്. പിൽക്കാലത്തെ കൈയെഴുത്തുപ്രതികളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ പാരമ്പര്യങ്ങളിലാണ് ഗണപതിയുള്ളതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഹിമാലയത്തിലെ ഋഷിമാരെ കാണാൻ ഉഗ്രശ്രവസ് പോയതായി മഹാഭാരതം പറയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഉഗ്രശ്രവസ് അവർക്ക് വിശദീകരിക്കുന്നു. വാസ്തവത്തിൽ അതുകൊണ്ടാണ് പിൽക്കാല ഉത്തരേന്ത്യൻ പാരമ്പര്യങ്ങളിലെ കൈയെഴുത്തുപ്രതികളിൽ ഗണപതി ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തുന്നത്. അങ്ങനെ ആത്മീയമായി യുക്തിസഹമായ വീക്ഷണത്തിൽ 60 ലക്ഷം ശ്ലോകങ്ങളെ 24,000 ശ്ലോകങ്ങളായി ചുരുക്കിയത് ഗണപതി മുന്നോട്ടുവച്ച നിബന്ധനയെ സൂചിപ്പിക്കുമ്പോൾ, ഭൗതികമായി യുക്തിസഹമായ വീക്ഷണത്തിൽ ഉത്തരേന്ത്യൻ പാരമ്പര്യങ്ങളിലെ കൈയെഴുത്തുപ്രതികളിലാണ് ഗണപതിയുള്ളത് എന്ന കണ്ടെത്തൽ ഉഗ്രശ്രവസ് പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്നു. അങ്ങനെ അത് ഗണപതിയാണ് മഹാഭാരതം എഴുതിയത് എന്ന് യുക്തിസഹമായി തെളിയിക്കാൻ സാധിക്കുന്ന ഒരു ഭൗതിക വസ്തുതയാകുന്നു. ഗണപതി മഹാഭാരതം എഴുതിയതിന് തെളിവ് വ്യക്തമാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യുക. നന്ദി.